കുടം പുളിയിട്ട കിളിമീൻ കറി. അതിന് ആവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ കിളിമീൻ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ച ഉലുവ 2 നുള്ള്, കുടംപുളി ഒരു 2-3 കഷണം, പിന്നെ താളിക്കാനായിട്ട് തക്കാളി 2 എണ്ണം, വെളുത്തുള്ളി 7 ചെറിയ അല്ലിയാണെങ്കിൽ 6-7 എടുക്കണം, വലുതാണെങ്കിൽ 2-3 മതി, പച്ചമുളക് നെടുകെ കീറിയത് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, വെള്ളം, ചൂടുവെള്ളം തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ചട്ടി അടുപ്പത്ത് വയ്ക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, കുറച്ച് പച്ച ഉലുവ ഇടുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി ഇടണം. നേരത്തെ ഇഞ്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് രണ്ടാമതായിട്ട് വെളുത്തുള്ളി, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. പെട്ടെന്ന് തന്നെ പൊടിയായിട്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇനി നമ്മളതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളി. നമ്മൾ 2 തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. തക്കാളി ഇതിലേക്ക് ചേർക്കുക. നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അരങ്ങി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് അരങ്ങി കൊടുത്തെങ്കിൽ മാത്രമേ നല്ല വെന്ത് അത് ഒരു കുഴം പോലെ ആവത്തുള്ളൂ. നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണേ ഇടാവൂ. മല്ലി സാധാരണ ളകരച്ച കറിക്ക് മല്ലി ഒഴിവാക്കാറാണ് പതിവ്. എങ്കിലും കുറച്ചും കൂടി ടേസ്റ്റിയായിട്ട്, കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളം,
ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ചിടണം. ചിലർക്ക് വളരെ ഉപ്പ് കുറച്ച് മതിയിട്ടുണ്ടാവും, ചിലർക്ക് നല്ല ഉപ്പ് വേണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ്. കുടംപുളി ആവശ്യത്തിന്. കുടംപുളി നമ്മൾ 2-3 കുടംപുളിയാണ്. അത് ചെറുതായിട്ട് ഇളക്കിയാണ് ഇട്ടേക്കുന്നത്. ചെറുതായിട്ട് ഇളക്കിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുളി ഇറങ്ങും. അതിന് വേണ്ടിയാണ് കുടംപുളി ചെറുതാക്കി ഇടുന്നത്. വീണ്ടും നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർക്കുകയാണ്. നമ്മുടെ കറി കുറുകി വരുന്നതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമ്മൾ ഇളക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയൊന്നും എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ടേണ്ട കാര്യമില്ല. അതിനേക്കാളും കുറച്ചും കൂടി കളർഫുള്ളായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. ഇനി നമ്മൾ കറിവേപ്പില, ഇനി പച്ചമുളക്, പച്ചമുളകിട്ട് ഇനി എല്ലാവരും ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് നോക്കിയപ്പോൾ ശകല ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ചേർക്കണം. നേരത്തെ ഞാൻ തേങ്ങാപ്പാലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. തേങ്ങാപ്പാൽ കൂടി ചേർക്കണം. ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവാപ്പൊടി. നമ്മൾ നേരത്തെ ഉലുവാപ്പൊടി ചേർത്തു എങ്കിൽ പോലും ലാസ്റ്റിൽ ഒരു നുള്ളു ഉലുവാപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. അതുപോലെ തന്നെ പച്ച കറിവേപ്പില കൂടി നമ്മൾ അവസാനം ചേർക്കുന്നത് ടേസ്റ്റ് കൂടും, കറിയുടെ ടേസ്റ്റ് കൂടും. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കുക. ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ അടച്ചിടുകയാണ്. അപ്പം നമ്മുടെ കുടംപുളിയിട്ട കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. Okay, bye.